ആവേശജലമായ പ്രചാരണഘട്ടം പിന്നിട്ട് വോട്ടെടുപ്പ് ദിനത്തിൽ ജനം പോളിംഗ് ബൂത്തിലേക്ക് ഇരച്ചെത്തിയപ്പോൾ ആലപ്പുഴ ജില്ലയിൽ രേഖപ്പെടുത്തിയത് ഭേദപ്പെട്ട പോളിംഗ് ശതമാനം. വോട്ടെടുപ്പ് സമയമായ വൈകിട്ട് 6 മണിക്ക് ശേഷം ലഭിച്ച റിപ്പോർട്ട് അനുസരിച്ച് 76% പോളിംഗ്. രാവിലെ തന്നെ മികച്ച പോളിംഗ് മിക്ക മണ്ഡലങ്ങളിലും രേഖപ്പെടുത്തി. ചിലയിടങ്ങളിൽ വോട്ടിംഗ് യന്ത്രങ്ങൾ തകരാറിലായത് വോട്ടെടുപ്പ് തുടങ്ങാൻ വൈകിപ്പിച്ചു. ആഴ്ചകൾ മാത്രം നീണ്ടുനിന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനൊടുവിൽ ജനങ്ങൾക്ക് ലഭിച്ച ദിവസമായിരുന്നു തെരഞ്ഞെടുപ്പ് ദിനം. പോളിംഗ് ബൂത്തിലേക്ക് ജനം പ്രവഹിച്ചപ്പോൾ ജില്ലയിൽ രേഖപ്പെടുത്തിയത് ഭേദപ്പെട്ട പോളിംഗ് ശതമാനം. വോട്ടെടുപ്പ് സമയം കഴിഞ്ഞ് 1 മണിക്കൂറിന് ശേഷം ലഭിച്ച കണക്കനുസരിച്ച് 76.81% ജില്ലയിൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പലയിടത്തും വോട്ടെടുപ്പ് സമയം കഴിഞ്ഞും പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാരുടെ തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവസാന ശതമാന കണക്ക് വിശകലനം ചെയ്ത് പ്രസിദ്ധീകരിക്കുന്നത് വൈകുകയും ചെയ്തു. രാവിലെ മുതൽ തന്നെ വൻ തിരക്കായിരുന്നു പോളിംഗ് ബൂത്തുകളിൽ അനുഭവപ്പെട്ടത്. ആദ്യ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ 30% പോളിംഗ് പിന്നിട്ടു. ഉച്ചയോടെ പോളിംഗ് ശതമാനം കുതിച്ചുയർന്നു. പൊതുവെ സമാധാനപരമായ പോളിംഗാണ് ജില്ലയിലെമ്പാടും നടന്നതെങ്കിലും ചിലയിടങ്ങളിൽ ചെറിയ അക്രമ സംഭവങ്ങളുണ്ടായി. കായംകുളം എരുവയിൽ മാവിലേത്ത് സ്കൂളിലെ 31-ാം ബൂത്തിൽ NDA സ്ഥാനാർത്ഥിക്ക് നേരെ അതിക്രമമുണ്ടായതായി പരാതിയുണ്ട്. കായംകുളം, തലവടി തുടങ്ങി ചില സ്ഥലങ്ങളിൽ വോട്ടിംഗ് യന്ത്രങ്ങളിലെ തകരാർ വോട്ടെടുപ്പ് വൈകാൻ ഇടയാക്കിയെങ്കിലും പല പോളിംഗ് ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട ക്യൂ ആയിരുന്നു ജില്ലയിൽ ആകമാനം അനുഭവപ്പെട്ടത്. കായംകുളം ഗേൾസ് HSSലെ 115-ാം നമ്പർ ബൂത്ത്, MSM കോളേജിലെ 83-ാം നമ്പർ ബൂത്ത്, പത്തിയൂർ തൂണേത്ത് സ്കൂളിലെ 28-ാം നമ്പർ ബൂത്ത് എന്നിവിടങ്ങളിലായിരുന്നു വോട്ടെടുപ്പ് സമയം തുടങ്ങിയപ്പോൾ വോട്ടിംഗ് യന്ത്രം പണിമുടക്കിയത്. തകരാർ പരിഹരിച്ച് ഉടൻ തന്നെ വോട്ടെടുപ്പ് ആരംഭിക്കുകയും ചെയ്തു. ഉച്ചവെയിൽ ഭീഷണിയുള്ളതിനാലും ഉയർന്ന താപനില മുന്നറിയിപ്പ് ഉള്ളതിനാലുമാകാം രാവിലെ മുതൽ തന്നെ മിക്ക പോളിംഗ് ബൂത്തുകളിലും വോട്ടർമാരുടെ തിരക്കായിരുന്നു. 11 മണി പിന്നിട്ടതോടെ വോട്ടിംഗ് ശതമാനം 30 കടന്നു. കായംകുളത്തും മികച്ച പോളിംഗാണ് ഈ സമയം രേഖപ്പെടുത്തിയത്. അനിഷ്ട സംഭവങ്ങളൊന്നും രേഖപ്പെടുത്താത്തതിനാൽ വോട്ടിംഗ് പൊതുവെ സമാധാനപരമായിരുന്നു. CDNet ന്യൂസ്, കായംകുളം.